കാർത്തിക് സുബ്രാജിന്റെ ഒരു പുത്തൻ പടം വന്നിട്ടുണ്ട്, റെട്രോ. സൂര്യയാണ് നായകൻ. സൂര്യ. അപ്പൊ ആ പടത്തിന്റെ ട്രെയിലർ നമുക്കൊന്ന് കാണാം. സൂര്യ നായകനാകുന്നു എന്ന് കേൾക്കുമ്പോ തന്നെ ഫാൻസിന്റെ ഒരു പെയ്ത്തായിരിക്കുള്ളൂ. കാരണം അത്ര നല്ല മനുഷ്യനാണ് അദ്ദേഹം. അത് നമ്മൾ അഭിനയത്തെ നോക്കാതെ അദ്ദേഹത്തിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ നേരായിട്ടുള്ള ജീവിതം ഒന്ന് നോക്കി കഴിഞ്ഞാൽ സൂപ്പറാണ്. ഒരു സത്യസന്ധതയോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അത്ര വലിയ ഞാനൊരു നടനാണ്, ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ആനയാണ്, കൂനയാണ്, അങ്ങനെയൊക്കെ ഒരു ഭാവഭേദം ആ മനുഷ്യനില്ല. സാധാരണ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ നിലനിൽക്കുന്നത് അതേപോലെയാണ് സൂര്യയുടെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. അപ്പൊ നമുക്ക് റെട്രോയുടെ ട്രെയിലർ ഒന്ന് കാണാം. വെൽക്കം വെൽക്കം വെൽക്കം. 10 നിമിഷത്തില് മാൻകറി ബിരിയാണി റെഡി. അതുവരെയ്ക്ക് ഒരു ഷോ ഓട്ടിയാ. ഷോട്ടില്ല മോടെ. ഓട്ടാ ഓട്ടാ. போய் சண்டை திடீர்னு பீஸ் டெமோக்ரஸி எல்லாத்தையும் விட்டுட்டு வீட்டுல உட்கார்ந்துட்டு தின்னுட்டு தூங்கிட்டே இருங்கண்ணா. அடிதடி ரத்த கலரி ஓடித்தான் எல்லாத்தையும் எங்க வாழ்க்கை அவளுக்கு புத்தராகும், எனக்கு கிட்டத்தட்ட ஒரு அரக்கனாகும். ரத்தம் எதுவும் என்ன விட்டு போல நிறைய வச்சுட்ட பாரு. இவ்வளவுதான் சிறப்பான தரமான சம்பவம். எல்லாரும் பல்சையும் பிடிச்சிட்டான். இன்னும் என்னென்ன ஆட்டம் ஆட போறானோ. நாளையும் கைவிட்டு ജയറാമിന്റെ ലുക്കൊക്കെ സൂപ്പറായിട്ട്. பொழந்துரும் பொழந்துருச்சு பொழந்துரும் தட்டுன தான் காத்திருக்கோம். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன். നല്ല പാട്ടാണ് തലേ. പടം സൂപ്പറായിട്ട് അടിപൊളി. റെട്രോ. പൂജ സത്യത്തിൽ ഒരു മോഡലായിട്ടാണ് സിനിമയിലേക്ക് വന്നത്. പക്ഷെ ഈ ഇതിലൊക്കെ അഭിനയം കാണുമ്പോൾ ഒരു കുടുംബ നായികയുടെ ഒരു വേഷത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പൊ ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർമാരായിട്ട് നിൽക്കുന്ന ആരാന്നറിയാമോ? സൂര്യയും ജ്യോതികയുമാണ്. അമ്പോ അടിപൊളിയാവട്ടെ അല്ലേ. കാരണം നല്ലൊരു കളറായിട്ട് തന്നെ ഒരു പടമാണ്. എന്ന് വെച്ചാൽ ഇതിൽ കുറെ കഥ പറയാനുണ്ടെന്ന് നമുക്ക് ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ട്. അതായത് ചുമ്മാ ഒരു ഇടിപ്പടം സ്റ്റൈലല്ല, ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഇവര് ഒളിപ്പിച്ചു വെച്ച ഓരോ സംഗതികളുണ്ട്. കാർത്തിക് സുബ്രാജ് ചില്ലറ മനുഷ്യനല്ല കേട്ടോ. അൽഫോൺസ് പുത്രന്റെ നല്ല കട്ട കൂട്ടുകാരനാണ്. അപ്പൊ അൽഫോൺസിന്റെ ബുദ്ധി നമുക്കറിയാലോ. അങ്ങേരുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത ടൈപ്പിലൂടെയൊക്കെ പോയി സിനിമ എടുക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ കാർത്തിക് സുബ്രാജിന് ആ ഒരു ശൈലി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ സൂപ്പറായി മാറട്ടെ, അടിപൊളിയാവട്ടെ. ഓക്കെ, ബൈ ബൈ.